ഹലോ, നമുക്കിന്ന് സിസ്കോ പാക്കറ്റ് ട്രേസർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് ക്രോമിൽ ജസ്റ്റ് എൻ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിസ്കോ പാക്കറ്റ് ട്രേസർ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഡൗൺലോഡ് പാക്കറ്റ് ട്രേസർ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിസ്കോ പാക്കറ്റ് ട്രേസർ 8.22 എന്ന് പറയുന്ന വേർഷനാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ആയിരിക്കും. ഞാനത് ഓൾറെഡി എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഡൗൺലോഡ്സിലുണ്ട് സിസ്കോ പാക്കറ്റ് ട്രേസർ 8.22 64 ബിറ്റ്. ജസ്റ്റ് എന്ത് ചെയ്യണം, അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതൊരു ഓപ്പൺ ആയി വരും. അത് യെസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അത് ഡൗൺലോഡിങ് ആയതുകൊണ്ട് അത് ഷോ ചെയ്ത് കാണിക്കില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഓപ്ഷൻ ആയിട്ട് അത് വരിക. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഐ അക്സെപ്റ്റ് ദ അഗ്രിമെന്റ് ആൻഡ് നെക്സ്റ്റ്. അപ്പൊ നമുക്ക് കാണാം, സീല് എൻ്റെ ലാപ്ടോപ്പിൽ സീല് പ്രോഗ്രാം ഫയലില് സിസ്കോ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യുന്നത്. ഓക്കെ, 8.22 64 ബിറ്റ് ആണ്. ഈ ഒരു പാക്കറ്റ് ട്രേസർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ 556.1 MB സ്പേസ് വേണം. അത് നോക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ആ ഒരു സ്പേസ് നമ്മുടെ ലാപ്ടോപ്പിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പേര് സിസ്കോ പാക്കറ്റ് സ്റ്റുഡന്റ് സിസ്കോ പാക്കറ്റ് ട്രേസർ തന്നെയാണ്. നെക്സ്റ്റ്. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്തതിന്റെ ഫലമായിട്ട് എന്താണ്, അവിടെ ഒരു ഷോർട്ട് കട്ടും കൂടി ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിനാണ് ടിക്ക് കൊടുത്തത്. ടിക്ക്, നെക്സ്റ്റ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആ ഒരു പാക്കറ്റ് ട്രേസറിന്റെ ഫയൽസും കാര്യങ്ങളും എന്ത് ചെയ്യണം, അവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ട് നിൽക്കുക. അവിടെ സീൻ്റെ ഉള്ളിലേക്കാണ് ഡൗൺലോഡ് ആവുന്നത്. ഓക്കെ, പാക്കറ്റ് ട്രേസർ ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലോഞ്ച് സിസ്കോ പാക്കറ്റ് ട്രേസർ, ഫിനിഷ്. ഓക്കെ, അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്, ലോഡ് ആവുകയാണ്. ഓക്കെ, അത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ടൈം തന്നെ ഇവരെന്ത് പറയുന്നുണ്ട്, സിസ്കോന്റെ പാക്കറ്റ് ട്രേസർ സൈൻ ഇൻ ചെയ്യാൻ കൂടി പറയുന്നുണ്ട്. സിസ്കോന്റെ നെറ്റ്വർക്ക് അക്കാഡമിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ ഈ ഒരു സൈൻ ഇൻ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, അതായത് പാക്കറ്റ് ട്രേസർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കാം. ഫയർവാളിൽ നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാക്കറ്റ് ട്രേസറിനെ ഓപ്പൺ ആക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഞാൻ പാക്കറ്റ് ട്രേസർ ഒന്ന് ആദ്യം ക്ലോസ് ചെയ്യുകയാണ്. ദെൻ ഒന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഫയർവാളിൽ എൻ്റർ ആയിട്ട് വിൻഡോസ് ഡിഫൻഡർ ഫയർവാളിൽ എൻ്റർ ആയിട്ട് ഞാൻ കുറച്ച് റൂള് ക്രിയേറ്റ് ചെയ്യാൻ പോവാം, ഇൻബൗണ്ടും ഔട്ട് ബൗണ്ടും. ആദ്യം ഇൻബൗണ്ട് റൂള് ക്രിയേറ്റ് ചെയ്യണം. ഇൻബൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ കുറച്ച് കാര്യം ബ്ലോക്ക് ചെയ്യണം. അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ റൂള്, ദെൻ പ്രോഗ്രാമിൽ നെക്സ്റ്റ് ദിസ് പ്രോഗ്രാം പാത്ത്. അതായത് ഏത് പ്രോഗ്രാമിനെയാണ്, നമുക്ക് പാക്കറ്റ് ട്രേസറിന്റെ പ്രോഗ്രാംസിനെ വേണ്ടത്.
ഒക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. പാക്കറ്റ് ട്രേസർ ജസ്റ്റ് സീൽ നോക്കി കാണാം. പ്രോഗ്രാം ഫയല് അതിൽ സിസ്കോ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്ന 8.2 എന്നൊരു ഫോൾഡർ കാണാം. ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ ബിൻ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് എന്ത് കാണാം, താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പാക്കറ്റ് ട്രേസർ എന്നും Qt വെബ് എൻജിൻ പ്രോസസ് എന്ന് പറയുന്ന 2 ആപ്ലിക്കേഷൻസിനെ കാണാം. ഈ 2 ആപ്ലിക്കേഷൻസ് ആണ് എന്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പാക്കറ്റ് ട്രേസറിന് സ്റ്റാർട്ട് ചെയ്യാണ്. പാക്കറ്റ് ട്രേസർ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അവിടെ പാക്കറ്റ് ട്രേസർ അവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടത് ബ്ലോക്കാണ്. ബ്ലോക്ക് ദ കണക്ഷൻ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഡൊമൈൻ, പ്രൈവറ്റ്, പബ്ലിക് എന്നീ ഭാഗങ്ങളൊക്കെ എന്താണ് ഈ റൂള് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഒരു പേര് കൊടുക്കുക. യു ക്യാൻ സ്പെസിഫൈ എനി നെയിം. ഞാനിവിടെ ബ്ലോക്ക് പാക്കറ്റ് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫിനിഷ് ചെയ്തു. ഇവിടെ ബ്ലോക്ക് പാക്കറ്റ് ഒരു റൂൾ അപ്ലൈ ആയിട്ടുണ്ട്. അതേപോലെ ഞാൻ എന്ത് ചെയ്യണം, ഇൻബൗണ്ടിൽ ഒരു റൂളും കൂടി ക്രിയേറ്റ് ചെയ്യാണ്. ഇൻബൗണ്ട്, റൈറ്റ് ക്ലിക്ക്, ന്യൂ റൂൾ. ഓക്കെ, പ്രോഗ്രാം, നെക്സ്റ്റ് സെലക്ട് ദ പ്രോഗ്രാം. പ്രോഗ്രാം പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു പെർട്ടിക്കുലർ എൻജിൻ Qt വെബ് എൻജിൻ പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ കൊടുക്കുക, അവിടെ സെലക്ട് ആയിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ബ്ലോക്ക് ദ കണക്ഷൻ. അതെന്ത് ചെയ്യണം, റൂൾ അപ്ലൈ ടു ഡൊമൈൻ, പ്രൈവറ്റ്, പബ്ലിക്. നെക്സ്റ്റ്. ഓക്കെ, ഒരു പേരും കൊടുക്കുക. ഞാൻ ബ്ലോക്ക് എൻജിൻ ആയിക്കോട്ടെ ഒരു പേര്. യു ക്യാൻ സ്പെസിഫൈ എനി നെയിം. ഓക്കെ, 2 പേരും ബ്ലോക്ക് എന്നോടെ ഒരു റൂള് ക്രിയേറ്റ് ചെയ്തു, 2. ദെൻ അതേപോലെ ഔട്ട് ബൗണ്ടിലും റൂള് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ റൂൾ, പ്രോഗ്രാം, നെക്സ്റ്റ് സെലക്ട് ദ പ്രോഗ്രാം. ഏതൊക്കെയാ, ഈ ഒരു പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യുക. ഓപ്പൺ, നെക്സ്റ്റ് ബ്ലോക്ക് ദ കണക്ഷൻ, നെക്സ്റ്റ്. ഓക്കെ, ഈ റൂള് ഡൊമൈൻ, പ്രൈവറ്റ്, പബ്ലിക്കിൽ അപ്ലൈ ആകണം. നെക്സ്റ്റ്. ഓക്കെ, യു ക്യാൻ സ്പെസിഫൈ എനി നെയിം. സെയിം പേര് വേണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, ഒരു നെയിം ആയാൽ മതി. ഓക്കെ, അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ എന്ത് ചെയ്യാം, ഔട്ട് ബൗണ്ട് റൂളും ക്രിയേറ്റ് ചെയ്യാം അടുത്ത എൻജിന് വേണ്ടിയിട്ട്. ഔട്ട് ബൗണ്ട്, റൈറ്റ് ക്ലിക്ക്, ന്യൂ റൂൾ. ഓക്കെ, പ്രോഗ്രാം, നെക്സ്റ്റ് സെലക്ട് ദ പ്രോഗ്രാം. ഏതാണ്, Qt വെബ് എൻജിൻ പ്രോസസ് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. നെക്സ്റ്റ്, ബ്ലോക്ക് ദ കണക്ഷൻ, നെക്സ്റ്റ്. Okay, the rule apply to domain, private, public, and next. Specify a name just like, okay, you can specify any name. ഞാനിവിടെ എൻജിനിലെ ഒരു പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് മതി. ഓക്കെ, എന്ത് പേരിലൊന്നും കാര്യമില്ല, ജസ്റ്റ് ഒരു നെയിം ആയാൽ മതി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, ഒന്നും കൂടി പാക്കറ്റ് ട്രേസർ ഓപ്പൺ ആക്കി നോക്കുക. അതായത് ഞാൻ ഇൻബൗണ്ട്, ഔട്ട് ബൗണ്ട് റൂൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാണ്, പാക്കറ്റ് ട്രേസർ ഓപ്പൺ ആക്കുക. ആഫ്റ്റർ ദാറ്റ് അവിടെ എന്താണ് മാറ്റം വരുന്നത് നോക്കി നോക്കാം. ഇന്റർനെറ്റിൽ വൈഫൈയിൽ ഇപ്പോഴും സ്റ്റിൽ കണക്റ്റഡ് ആണ്. പാക്കറ്റ് ട്രേസറിൽ ആ ഒരു പഴയ ഓപ്ഷൻ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, കുറച്ച് ടൈം ഞാൻ വെയിറ്റ് ചെയ്തു. ഓക്കെ, വരുന്നില്ല തോന്നുന്നു അല്ലേ. ഞാനിപ്പം സ്വിച്ച് വെച്ചു. ഓക്കെ, റൗട്ടർ വേണമെങ്കിൽ എന്താ, റൗട്ടറിന്റെ കണക്ഷൻ. ഓക്കെ, ഒരു 1941 ആയിക്കോട്ടെ, റൗട്ടർ അപ്ലൈ ചെയ്തു. ഒരു PC-യും ജസ്റ്റ് വെച്ചു. ഓക്കെ, അല്ലെ, കേബിൾ വേണം. ഓക്കെ, ഓട്ടോമാറ്റിക് കേബിൾ ഞാൻ തൽക്കാലം കൊടുക്കുന്നത്. ഓക്കെ, കേബിളും കണക്റ്റഡ് ആയി. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ എന്തായില്ല, ആ ഒരു നെറ്റിൽ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ സിസ്കോയിൽ രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞ ഓപ്ഷൻ അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതായത് നമുക്ക് എന്താ, വിത്തൗട്ട് ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫയർവാളിനെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പാക്കറ്റ് ട്രേസറിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.